Hi friends, welcome back to Success Academy's YouTube channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗവർണർ ജനറൽ ആൻഡ് വൈസ്രോയ് എന്നുള്ള ടോപ്പിക്കാണ്. ഇത് നമ്മുടെ തേർഡ് പാർട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ തേർഡ് വീഡിയോ ആണ്. അപ്പോൾ നമ്മളിതിൽ ഡിസ്കസ് ചെയ്ത് വന്നത് ഓരോ ഗവർണർ ജനറൽമാരെയും വൈസ്രോയ്മാരെയും കുറിച്ചുള്ള കാര്യങ്ങളും അവരുടെ കാലഘട്ടവും അവരുടെ കാലഘട്ടത്തിൽ നടന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം നമ്മുടെ എക്സാംസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. CHSL ആണ് ആദ്യത്തെ എക്സാം, MTS ഉണ്ട്, CPO വരുന്നുണ്ട്, അതുപോലെ തന്നെ CGL വരുന്നുണ്ട്. അങ്ങനെ എല്ലാ എക്സാംസും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ തന്നെ മോഡേൺ ഹിസ്റ്ററിയിൽ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഗവർണർ ജനറൽ ആൻഡ് വൈസ്രോയ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അപ്പോൾ ഇതിന് മുന്നുള്ള 2 വീഡിയോ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണാം. അപ്പോൾ നമുക്കൊരു കണ്ടിന്യൂഷൻ കിട്ടും. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ വൈസ്രോയ് അല്ലെങ്കിൽ ഗവർണർ ജനറൽ എന്ന് പറയുന്നത് ലോർഡ് വില്ലിംഗ്ടൺ ആണ്. ശ്രദ്ധിക്കുക, ലോർഡ് വില്ലിംഗ്ടൺ. ഓക്കെ, ലോർഡ് വില്ലിംഗ്ടൻ്റെ ടൈം പീരീഡ് എത്രയാണ്? 1931 തൊട്ട് 1936 വരെയാണ്. ഓക്കെ, 1931 തൊട്ട് 1936 വരെയാണ് ആരുടെ ടൈം പീരീഡ് വരുന്നത്? ലോർഡ് വില്ലിംഗ്ടണിൻ്റെ ടൈം പീരീഡ് വരുന്നത്. ഓക്കെ അല്ലേ? ഇനി അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സമയത്ത് നടന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നടന്ന ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ് സെക്കൻഡ് ആൻഡ് തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്. അല്ലേ, സെക്കൻഡ് ആൻഡ് തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടന്നത് ആരുടെ സമയത്തായിരുന്നു? ലോർഡ് വില്ലിംഗ്ടണിൻ്റെ സമയത്തായിരുന്നു. അല്ലേ, നമ്മുടെ ഗാന്ധി അറ്റൻഡ് ചെയ്ത റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഏതായിരുന്നു? സെക്കൻഡ്. അല്ലേ, സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ആണ് ഗാന്ധി അറ്റൻഡ് ചെയ്ത കോൺഫറൻസ്. അല്ലേ, സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിലാണ് നമ്മുടെ മഹാത്മാഗാന്ധി അതുപോലെ തന്നെ കൂടെ സരോജിനി നായിഡു ഒക്കെ ആയിട്ട് അറ്റൻഡ് ചെയ്ത റൗണ്ട് ടേബിൾ കോൺഫറൻസ് ആണ് ഇത്, സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്. ഇനി അടുത്തത് പൂന പാക്ട് വാസ് സൈൻഡ്. അല്ലേ, പൂന പാക്ട് എന്ത് ചെയ്തു? സൈൻ ചെയ്തു. ആരൊക്കെ തമ്മിലാണ് പൂന പാക്ട് സൈൻ ചെയ്തത്? ഗാന്ധിയും അംബേദ്കറും തമ്മിലാണ്. അല്ലേ, പൂന പാക്ട് സൈൻ ചെയ്തത്. എപ്പോഴായിരുന്നു സൈൻ ചെയ്തത്? 1931 അല്ലേ, 1931 പൂന പാക്ട് സൈൻ ചെയ്തത്. അതുപോലെ തന്നെ കമ്മ്യൂണൽ അവാർഡ് വാസ് സ്റ്റാർട്ടഡ്. അല്ലേ, കമ്മ്യൂണൽ അവാർഡ്സ് കൊടുത്തു തുടങ്ങിയതും എപ്പോഴാണ്? വില്ലിംഗ്ടണിൻ്റെ കാലഘട്ടത്തിലാണ്. അപ്പോൾ വില്ലിംഗ്ടണിൻ്റെ കാലഘട്ടം എപ്പോഴാണ്? 1931 തൊട്ടിട്ട് 1936 വരെയാണ്. അദ്ദേഹത്തിൻ്റെ സമയത്തായിരുന്നു സെക്കൻഡും തേർഡും റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടന്നത്. അദ്ദേഹത്തിൻ്റെ സമയത്തായിരുന്നു പൂന പാക്ട് നടന്നത്. അദ്ദേഹത്തിൻ്റെ സമയത്തായിരുന്നു കമ്മ്യൂണൽ അവാർഡ്സ് കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇനി അടുത്തത് ലോർഡ് ലില്ലിത്ഗോ. അല്ലേ, ലോർഡ് ലില്ലിത്ഗോൻ്റെ ടൈം പീരീഡ് എപ്പോഴാണ്? 1936 to 1944. അല്ലേ, 1936 to 1944 അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലായിരുന്നു ആരുണ്ടായിരുന്നത്? ലില്ലിത്ഗോവിൻ്റെ ഭരണം ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയി നടന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് ഏതാണ്? ക്രിപ്സ് മിഷൻ. അല്ലേ, ഒന്നാമത്തെ ഏതാണ്? ക്രിപ്സ് മിഷൻ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതായിരുന്നു? ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. അല്ലേ, 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നടന്നതാണ് എന്ത്? ക്രിപ്സ് മിഷൻ. ഇതൊക്കെ നടന്ന ആരുടെ കാലഘട്ടത്തിലായിരുന്നു? ലില്ലിത്ഗോവിൻ്റെ കാലഘട്ടത്തിലാണ്. സമയം എപ്പോഴാണ്? 1936 തൊട്ട് 1944 വരെയാണ്. ഇനി അടുത്തത് ലോർഡ് വേവൽ. ലോർഡ് വേവലിൻ്റെ ടൈം പീരീഡ് ശ്രദ്ധിക്കുക, 1944 തൊട്ട് 1947 വരെയാണ്. ലോർഡ് വേവലിൻ്റെ ടൈം പീരീഡ് എപ്പോഴാണ്? 1944 തൊട്ട് 1947 വരെയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ ടൈം പീരീഡിൽ നടന്ന ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് CR ഫോർമുല. CR ഫോർമുല എപ്പോഴാണ്? 1944 CR ഫോർമുല. അതുപോലെ തന്നെ ലോഞ്ച് ഓഫ് ഡയറക്റ്റ് ആക്ഷൻ ഡേ. ഡയറക്റ്റ് ആക്ഷൻ ഡേ ലോഞ്ച് ചെയ്ത സമയം അദ്ദേഹത്തിൻ്റെയാണ്. വേവൽ പ്ലാൻ. അല്ലേ, വേവൽ പ്ലാൻ അദ്ദേഹത്തിൻ്റെയാണ്. അതുപോലെ തന്നെ ഷിംല കോൺഫറൻസ് നടന്നതും ആരുടെ സമയത്തായിരുന്നു? ലോർഡ് വേവലിൻ്റെ സമയത്തായിരുന്നു. അപ്പോൾ ലോർഡ് വേവലിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ലോർഡ് വേവലിൻ്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 1944 to 1947 ആണ്. ഇനി അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് CR ഫോർമുല, 1944 ലോഞ്ച് ഓഫ് ഡയറക്റ്റ് ആക്ഷൻ ഡേ, അതുപോലെ തന്നെ വേവൽ പ്ലാൻ, ഷിംല കോൺഫറൻസ്. ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി വരുന്നതാണ് ലോർഡ് ലിട്ടൺ. അല്ലേ, ലോർഡ് ലിട്ടൺ അദ്ദേഹത്തിൻ്റെ ടൈം പീരീഡ് ആണ് എപ്പോൾ? 1976 to 1880. അല്ലേ, ശ്രദ്ധിക്കുക, ചെറുതായിട്ടും തെറ്റിപ്പോയി. 1876 തൊട്ട് 1880 വരെയാണ് ആരുടെ ടൈം പീരീഡ് വരുന്നത്? ലോർഡ് ലിട്ടൻ്റെ ടൈം പീരീഡ് വരുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങളാണ് വെർനാക്കുലർ പ്രസ് ആക്ട്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വെർനാക്കുലർ പ്രസ് ആക്ട് കൊണ്ടുവന്ന വൈസ്രോയ് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? നമ്മുടെ ലിട്ടൺ ആണ്. അതുപോലെ തന്നെ ടൈം പീരീഡ് എപ്പോഴാണ്?
1878-ലാണ്. ശ്രദ്ധിക്കുക, 1878-ലാണ് എന്ത് വന്നത്? വെർനാക്കുലർ പ്രസ് ആക്ട് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ ആംസ് ആക്ട്. 1878-ലെ ആംസ് ആക്ട്. അതുപോലെ തന്നെ ഇഗ്നോർഡ് സിവിയർ ഫാമൈൻ ആൻഡ് ഓർഗനൈസ്ഡ് ദർബാർ. അതായത് സിവിയർ ആയിട്ട് ഫാമൈൻ അല്ലേ, ഭയങ്കരമായ ക്ഷാമം നടന്നുകൊണ്ടിരിക്കുന്നത് ഇഗ്നോർ ചെയ്തിട്ട് അല്ലേ, ഇഗ്നോർ ചെയ്തിട്ട് അദ്ദേഹം എന്താ ഓർഗനൈസ് ചെയ്തു? ദർബാർ ഓർഗനൈസ് ചെയ്തു അല്ലേ. അപ്പോൾ സിവിയർ ആയിട്ടുള്ള ഫാമൈൻ കാര്യമാക്കാതെ ദർബാർ ഓർഗനൈസ് ചെയ്ത വ്യക്തിയായിരുന്നു ആര്? ലോർഡ് ലിട്ടൺ. അതുപോലെ തന്നെ പ്രൊക്ലെയിംഡ് ക്യൂൻ വിക്ടോറിയ ദ എംപ്രസ് ഓഫ് ഇന്ത്യ. ക്യൂൻ വിക്ടോറിയയെ ദ എംപ്രസ് ഓഫ് ഇന്ത്യ എന്ന് പ്രൊക്ലെയിം ചെയ്തത് ആരാണ്? ലിട്ടൺ ആണല്ലേ. അതുപോലെ തന്നെ അബോളിഷ് ടാക്സ് ഓൺ കോട്ടൺ ഫോർ ബ്രിട്ടീഷ് ട്രേഡേഴ്സ്. ബ്രിട്ടീഷ് ട്രേഡേഴ്സിന് മാത്രം എന്ത് ചെയ്തു? ടാക്സ് അബോളിഷ് ചെയ്തു. എന്തിൻ്റെ ടാക്സ്? കോട്ടൻ്റെ ടാക്സ്. അതുപോലെ തന്നെ മാക്സിമം ഏജ് ടു ടേക്ക് അപ്പ് സിവിൽ സർവീസ് എക്സാമിനേഷൻ ലോവേർഡ് ഫ്രം 21 to 19 അല്ലേ. 21-ൽ നിന്ന് 19-ലോട്ട് എന്തിൻ്റെ ഏജാണ് മാറ്റിയത്? സിവിൽ സർവീസിൻ്റെ ഏജ് മാറ്റി അല്ലേ, കുറച്ചു അല്ലേ. 21 നിന്ന് 19-ലേക്ക് കുറച്ചു. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ലോർഡ് ലിട്ടൺ സമയം വരുന്നത് 1876 തൊട്ട് 1880 വരെയാണ്. അദ്ദേഹത്തിൻ്റെ സമയത്ത് നടന്ന ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ വെർനാക്കുലർ പ്രസ് ആക്ട് 1878-ലാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആംസ് ആക്ട് 1878-ലാണ്. സിവിയർ ഫാമൈൻ അല്ലേ, സിവിയർ ആയിട്ടുള്ള ക്ഷാമം വരുന്ന സമയത്ത് അത് ഇഗ്നോർ ചെയ്തിട്ട് എന്ത് ഓർഗനൈസ് ചെയ്തു? ദർബാർ ഓർഗനൈസ് ചെയ്തു. പ്രൊക്ലെയിംഡ് ക്യൂൻ വിക്ടോറിയ ദ എംപ്രസ് ഓഫ് ഇന്ത്യ അല്ലേ, ക്യൂൻ വിക്ടോറിയ ദ എംപ്രസ് ഓഫ് ഇന്ത്യ എന്ന് പ്രൊക്ലെയിം ചെയ്തു. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ട്രേഡേഴ്സിന് എന്ത് അബോളിഷ് ചെയ്തു? ടാക്സ് അബോളിഷ് ചെയ്തു അല്ലേ. അബോളിഷ് ടാക്സ് ഓൺ കോട്ടൺ ഫോർ ബ്രിട്ടീഷ് ട്രേഡേഴ്സ്. മാക്സിമം ഏജ് ടു ടേക്ക് അപ്പ് സിവിൽ സർവീസ് എക്സാമിനേഷൻ ലോവേർഡ് ഫ്രം 21 to 19 അല്ലേ. മാക്സിമം ഏജ് എന്ത് ചെയ്തു? 21-ൽ നിന്ന് കുറച്ച് 19 ആക്കി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ലിട്ടണിൽ പഠിക്കാനുള്ളത്. അടുത്തത് ലോർഡ് വെല്ലസ്ലി. ശ്രദ്ധിക്കുക, ലോർഡ് വെല്ലസ്ലി. ടൈം പീരീഡ് എപ്പോഴാണ്? 1798 to 1805. എന്തായിരുന്നു? ലോർഡ് വെല്ലസ്ലി. അദ്ദേഹത്തിന് നോക്കുകയാണെങ്കിൽ ഇൻട്രൊഡക്ഷൻ ഓഫ് സബ്സിഡറി അലയൻസ് സിസ്റ്റം. സബ്സിഡറി അലയൻസ് സിസ്റ്റം കൊണ്ടുവന്നത് ആരാണ്? വെല്ലസ്ലി ആണ്. ഇൻട്രൊഡക്ഷൻ ഓഫ് സബ്സിഡറി അലയൻസ് സിസ്റ്റം. അതുപോലെ തന്നെ ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാർ ആൻഡ് ദ ട്രീറ്റി ഓഫ് ബേസിൻ അല്ലേ. ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാർ അതുപോലെ തന്നെ ട്രീറ്റി ഓഫ് ബേസിൻ ഒക്കെ ആരുടെ സമയത്തായിരുന്നു? വെല്ലസ്ലിയുടെ സമയത്തായിരുന്നു. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് മദ്രാസ് പ്രസിഡൻസി. മദ്രാസ് പ്രസിഡൻസിയുടെ എസ്റ്റാബ്ലിഷും ആരുടെ സമയത്തായിരുന്നു? വെല്ലസ്ലിയുടെ സമയത്തായിരുന്നു. എസ്റ്റാബ്ലിഷ് ഓഫ് ഫോർട്ട് വില്യം കോളേജ് അറ്റ് കൽക്കത്ത. കൽക്കത്തയിലുള്ള ഫോർട്ട് വില്യം കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്തതും ആരുടെ കാലഘട്ടത്തിലായിരുന്നു? വെല്ലസ്ലിയുടെ കാലഘട്ടത്തിലായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഒന്നുകൂടെ പറയാം, വെല്ലസ്ലിയുടെ ടൈം പീരീഡ് വരുന്നത് 1798 to 1805 ആണ്. ഇൻട്രൊഡക്ഷൻ ഓഫ് സബ്സിഡറി അലയൻസ് സിസ്റ്റം. സബ്സിഡറി അലയൻസ് സിസ്റ്റത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ, ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാർ, ട്രീറ്റി ഓഫ് ബേസിൻ, അതുപോലെ തന്നെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് മദ്രാസ് പ്രസിഡൻസി, എസ്റ്റാബ്ലിഷിംഗ് ഫോർട്ട് വില്യം കോളേജ് അറ്റ് കൽക്കത്ത. ഇത്രയും കാര്യങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ എല്ലാം കൂടെ ഒന്ന് ഓടിച്ച് നോക്കാം. ശ്രദ്ധിക്കുക. ലോർഡ് വില്ലിംഗ്ടൺ. ടൈം പീരീഡ് 1931 to 1936 ആണ്. എന്തൊക്കെ സംഭവിച്ചു ഒന്ന് പറഞ്ഞു നോക്കി. എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന്? സെക്കൻഡ് ആൻഡ് തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടത്തി. അതിൽ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിലായിരുന്നു ആരുണ്ടായിരുന്നത്? നമ്മുടെ ഗാന്ധി അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ പൂന പാക്ട് സൈൻ ചെയ്തു. പൂന പാക്ട് സൈൻ ചെയ്ത ആരൊക്കെയാണ്? അംബേദ്കറും ഗാന്ധിയും കൂടെയാണ് പൂന പാക്ട് സൈൻ ചെയ്തത്. വർഷം ഏതാണ്? 1931 ആണ്. അതുപോലെ തന്നെ നടന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ത്? കമ്മ്യൂണൽ അവാർഡ്സ് അല്ലേ. കമ്മ്യൂണൽ അവാർഡ്സ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ വില്ലിംഗ്ടണിൻ്റെ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കണം. ഇനി അടുത്തത് ലില്ലിത്ത് ഗൗ അല്ലേ. ലില്ലിത്ത് ഗൗവിൻ്റെ എന്താ കാര്യങ്ങൾ പഠിക്കാനുള്ളത്? 1936 തൊട്ട് 1944 വരെയാണ്. രണ്ട് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളായിരുന്നു നടന്നത്. ക്രിപ്സ് മിഷനും ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റും. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റും ക്രിപ്സ് മിഷനും ആരുടെ സമയത്താണ് നടന്നത്? ലില്ലിത്ത് ഗൗവിൻ്റെ സമയത്താണ് നടന്നത്. ഇനി ലോർഡ് വേവൽ. വേവലിൻ്റെ ടൈം പീരീഡ് എപ്പോഴായിരുന്നു? 1944 to 1947 ആണ്. നടന്ന ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ്? CR ഫോർമുല 1944, ലോഞ്ച് ഓഫ് ഡയറക്റ്റ് ആക്ഷൻ ഡേ, വേവൽ പ്ലാൻ ആൻഡ് ഷിംല കോൺഫറൻസ്. ഓക്കെ, വേവലിന് CR ഫോർമുല ഉണ്ട് 1944-ലെ. പിന്നെന്തായിരുന്നു? ലോഞ്ച് ഓഫ് ഡയറക്റ്റ് ആക്ഷൻ ഡേ ഉണ്ട്, വേവൽ പ്ലാൻ ഉണ്ട്, അതുപോലെ എന്താ ഉള്ളത്? ഷിംല കോൺഫറൻസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ആരുടെ ടൈം പീരീഡിലാണ് നടന്നത്? വേവലിൻ്റെ ടൈം പീരീഡിലാണ് നടന്നത്. അടുത്തത് ലിട്ടൺ അല്ലേ. ലിട്ടൻ്റെ ടൈം പീരീഡ് നോക്കുക. 1876 to 1880 അല്ലേ. 1876 to 1880 ആണ് ആരുള്ളത്?
നമ്മുടെ ലോർഡ് ലിറ്റൺ ഉള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വെർണാക്കുലർ പ്രസ് ആക്ട് 1878 അല്ലേ. വെർണാക്കുലർ പ്രസ് ആക്ട് 1878 വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആംസ് ആക്ട് 1878. അതുപോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ഫാമൈൻ ഇഗ്നോർ ചെയ്തിട്ട് ദർബാർ ഓർഗനൈസ് ചെയ്തു. ക്യൂൻ വിക്ടോറിയയെ ദ എംബറസ് ഓഫ് ഇന്ത്യ എന്ന് പ്രൊക്ലെയിം ചെയ്തു. ബ്രിട്ടീഷ് ട്രേഡേഴ്സിന് കോട്ടൻ്റെ ടാക്സ് അബോളിഷ് ചെയ്തു. സിവിൽ സർവീസിൻ്റെ ഏജ് എന്ത് ചെയ്തു? കുറച്ചല്ലേ, 21 നിന്ന് 19 വയസ്സായിട്ട് കുറച്ചു. ഇനി ലോർഡ് വെല്ലസ്ലി 1798 to 1805 അല്ലേ. 1798 to 1805 ആണ് ആര്? ലോർഡ് വെല്ലസ്ലി. എന്തൊക്കെയാണ് നടന്നത്? സബ്സിഡറി അലയൻസ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. 4th ആംഗ്ലോ മൈസൂർ വാർ ഉണ്ട്. ട്രീറ്റി ഓഫ് ബേസിൻ ഉണ്ട്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് മദ്രാസ് പ്രസിഡൻസി ഉണ്ട് അല്ലേ. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഫോർട്ട് വില്യം കോളേജ് ഉണ്ട് കൽക്കത്ത. അപ്പോൾ ഇത്രയുമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള ഗവർണർ ജനറൽ ആൻഡ് വൈസ്രോയ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ. ചില ആളുകളെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത്. നിങ്ങളെ ജസ്റ്റ് ഒന്ന് വായിച്ച് വിടുക. ഇത്രയും ആളുകളെ നന്നായിട്ട് പഠിക്കുകയും ചെയ്യുക. ഇത്രയും ആളുകളിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ മുന്നേ കണ്ടിട്ടുമുണ്ട്. നന്നായിട്ട് പഠിക്കുക. അപ്പോൾ എല്ലാവരും നല്ല മാർക്സൊക്കെ സ്കോർ ചെയ്യുക. ഈ ചാനൽ അല്ലെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്